എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഒരു ലൈവിൽ ചിലരുടെ കമൻറ്റ് കണ്ടപ്പം അതിനൊരു മറുപടി കൊടുക്കണമെന്ന് തോന്നി. ചെറിയ വീഡിയോ ആണ് ഇത്. ഞാൻ കമൻ്റ് ഒന്ന് വായിക്കാം. സ്വന്തം കാര്യം കമൻ്റ് എഴുതി ആത്മസംതൃപ്തി കടയുന്നു. അതേ വ്യക്തി തന്നെ അടുത്തത്, ചാനൽ റീച്ച് കൂട്ടാൻ എന്തൊക്കെ കലാപരിപാടികൾ നടത്തുന്നു. ഇവർ വേറൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, കട്ട സപ്പോർട്ടറാണ്. അപ്പോൾ ആ വ്യക്തിയും കലാപരിപാടികൾ നടത്തി തന്നെ അല്ലേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവർ എന്തെല്ലാം കസരത്തുകൾ നടത്തുന്നു, അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതോ നിങ്ങളുടെ ആ പ്രമുഖം മാത്രമേ യൂട്യൂബ് നടത്താൻ പാടുള്ളൂ എന്നങ്ങനെ വല്ല നിയമം വല്ലതും എഴുതി വച്ചിട്ടുണ്ടോ? അടുത്തൊരു അലവലാതിയോടാണ്. ആ അലവലാതിയെ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടാൻ ഞാൻ വിളിച്ചിട്ടില്ല. ഒരു എളുപ്പവുമില്ലാതെ ആ അലവലാതിയാണ് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് വൃത്തികെട്ട കമൻറ്റുകൾ എഴുതിയിട്ടത്. എന്നെ മാത്രമല്ല, എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നവരെ ഒരുപാട് വൃത്തികേട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കളെ വരെ ഈ അലവലാതി പറഞ്ഞതാണ്. അപ്പം എത്രത്തോളം ഉണ്ട് ഈ അലവലാതി? അപ്പം വേറൊരു വ്യക്തി എഴുതിയിട്ടുണ്ട് സ്വന്തം കാര്യം ആണെന്ന്. അപ്പം ആ അലവലാതി സ്വന്തം കാര്യമാണ് ഇങ്ങനെയൊക്കെ എഴുതിയിടുന്നതെന്ന് എനിക്കിപ്പം മനസ്സിലായി. എടാ ശ്യാംചന്ദ്ര, അലവലാതി ഉളുപ്പില്ലാതെ നീയല്ലോടാ എൻ്റെ വീഡിയോയിൽ വന്ന് കമൻ്റ് ഇട്ടത്. നിന്നെ ആരെങ്കിലും ക്ഷണിച്ചായിരുന്നു? നീ എയറിലല്ലേ, നീ എയറിൽ തന്നെ ഇരിക്കും, നീ താഴെ എത്തണ്ട. ഉളുപ്പില്ലാത്ത നാറി. അലവലാതികളുടെ വീഡിയോ കാണാൻ നീ വരണ്ട. നീ നിൻ്റെ പ്രമുഖയുടെ വീഡിയോ മാത്രം കണ്ടാൽ മതി. കേട്ടടാ അലവലാതി. ഇനി വേറൊരു ഇത്, രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്നവർ. ഇവരൊക്കെ തന്നെയാണ് രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്നത്. ഓരോ ലൈവിലും ചെന്നിട്ട് കുത്തിത്തിരിപ്പും കൊതിനണയും ഉണ്ടാക്കുന്നത്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. എന്നോട് ചോദിച്ചു വേറെ പണിയൊന്നുമില്ലെന്ന്. ഈ പറയുന്നവരോടൊക്കെ ചെന്ന് പറയണം വേറെ പണിയൊന്നുമില്ലെന്ന് അവരോട് ചോദിക്കണം. ഓരോ വീട്ടിൽ വേറെ പണിയൊന്നുമില്ലാത്തതാണല്ലോ ഓരോ ലൈവിൻ്റെ കീഴിയും ചെന്നിട്ട് കൊതിനുണയും കുത്തിത്തിരിപ്പും പറയുകയാണ്. ഇന്ന് ഇവളുമാർ പറഞ്ഞത് ഉണ്ണിയുടെ ലൈവിൻ്റെ കീഴിലാണ്. ഉണ്ണി അവിടെ ഭംഗിയായിട്ട് പാട്ട് പാടുന്നുണ്ട്. അതിൻ്റെ കീഴിലാണ് ഈ കാര്യങ്ങളെല്ലാം എടുത്ത് പറയുന്ന കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പം ആ ലൈവ് പാട്ട് ശ്രദ്ധിക്കുകയാണോ ഇവരുടെ കുത്തിത്തിരിപ്പാണോ ശ്രദ്ധയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇവർ തന്നെ പറഞ്ഞു അവരുടെ സ്വന്തം കാര്യം കമൻ്റ് എഴുതി തൃപ്തി നേടുകയാണെന്ന്. അപ്പം ഇവരൊക്കെ എത്രത്തോളം എങ്ങനെയുള്ള ആളുകളാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? പിന്നെ ഒരാൾ പറഞ്ഞു മക്കളെ വിറ്റ് തിന്നുന്നെന്ന്. ഞാൻ എൻ്റെ മക്കളെ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നവരുടെ കുറച്ച് ഫോട്ടോസ് ഇട്ടെന്നല്ലാതെ അവർക്ക് സമയമില്ല. അവർ ജോലിക്ക് പോകുന്ന കുട്ടികളായതുകൊണ്ട്. പക്ഷേ ഓരോരുത്തർ കുട്ടികളുടെ ഡാൻസൊക്കെ ഇട്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ അവരോടാണ് പറയേണ്ടത്, അല്ലാതെ എന്നെപ്പോലുള്ളവരോടല്ല പറയേണ്ടത്. കേട്ടോ? ഇനി അത് വിസ്തരിച്ച് ഞാൻ പറയുന്നില്ല. ഇനി വേറൊരാൾ, ഇനിയും നമുക്ക് കാണാം ഉണ്ണി പിങ്കിക്ക് വേണ്ടി പിങ്കിക്ക് വേണ്ടി കുട പിടിക്കുന്നവരെല്ലാം കൂട്ടിയടിക്കുന്ന കാണാം. നിങ്ങളാണോ കുട മേടിച്ച് കൊടുത്ത് എനിക്ക് കുട പിടിക്കാൻ? എന്താവശ്യത്തിനാണ് എനിക്ക് കുട പിടിക്കണ്ടേ? എന്താവശ്യത്തിനാണ്? എനിക്ക് ആരോടും ഈ സോഷ്യൽ മീഡിയയിൽ വൈരാഗ്യമില്ല. ഇപ്പോൾ ഒരു സ്ത്രീക്ക് മാത്രമേ എന്നോട് വൈരാഗ്യമുള്ളൂ. പക്ഷെ തിരിച്ച് എനിക്ക് ആരോടും വൈരാഗ്യമില്ല. ആരുമായിട്ടും ഒരു വഴക്കനില്ല. എൻ്റെ ഒരു കുടുംബ പ്രശ്നത്തിലോ എൻ്റെ കുടുംബത്തിലോ അല്ല എൻ്റെ കുടുംബക്കാരെ പിടിച്ചിട്ട് അങ്ങനെ ഒരു വിഷയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഇല്ല. പിന്നെ ഞാൻ ആർക്കാണ് കുട പിടിക്കാൻ പോയത്? എനിക്കാരാണ് കുട പിടിക്കുന്നത്? തോന്നിവാസം പറയല്ലേ ചേച്ചി. കൊതിനണയാകാം, ഇത്രയും കൂട്ടിയടി കൊതിനണ വേണ്ട കേട്ടോ. എന്തായാലും ഇന്ന് കേട്ടു തനീജയുടെ എന്തംസിൻ്റെ കുത്തിത്തിരിപ്പും കൊതിനണി. നാണമില്ലേ പറയാൻ? ഉളുപ്പില്ലേ? എനിക്ക് അങ്ങോട്ട് വയ്ക്കണം, ഉളുപ്പില്ലേ? നിങ്ങളൊക്കെ തന്നെയാണ് അലവലാദികൾ, ഞാനല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. 1.25 ലക്ഷം ഫോളോവറുള്ള ഒരു വ്യക്തി, എനിക്ക് സബുള്ളത് 373 സബ്ബേ ഉള്ളൂ. അവരുടെ ആളുകളല്ല എൻ്റെ ഈ 373 പേര്. അത് എൻ്റെ സ്വന്തമുള്ള ആളുകളാണ്. അല്ലാതെ അവൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അവൾ കമൻ്റ് ഇട്ടിട്ടോ അല്ല ഈ 373 പേര് എൻ്റെ കൂടെ നിൽക്കുന്നത്. മനസ്സിലായോ? എല്ലാവരും ആദ്യമേ പിച്ച പിച്ച നമ്മൾ എഴുത്തിനിരുത്തി അക്ഷരം പഠിച്ചിട്ട് പിന്നെ LKG പ്ലേ സ്കൂളിൽ പോയി പിന്നെ LKG UKG പഠിച്ചല്ലേ പോകുന്നത്. യൂട്യൂബിലും ആദ്യം ഒരു സബ് കൊണ്ട് കയറുന്നവരാണ് പതിയെ വളരുന്നത്. അല്ലാതെ നിങ്ങളുടെ പ്രമുഖയുടെ സബൊന്നും അല്ല എൻ്റെ ഇതിലുള്ളത്. പിന്നെ എനിക്ക് റീച്ച് കിട്ടി, കണ്ടൻറ്റ് കിട്ടി. എവിടെയാണ് എനിക്ക് റീച്ച് കിട്ടി? എനിക്ക് റീച്ച് കിട്ടിയിരുന്നേ സബ് കൂടിയനെയായിരുന്നല്ലോ.
എവിടെയാണ് റീച്ച് കിട്ടിയത്? എൻ്റെ ചാനൽ 10 പേര് കണ്ടാൽ മതി. ഞാൻ എന്തായാലും ഈ യൂട്യൂബ് വരുമാനം എനിക്ക് കിട്ടത്തില്ല, അതുകൊണ്ടല്ല ഇന്നേ കാലം വരെ ഞാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ആ വിഷമമൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാവരുമാർക്കും ഞാൻ വീഡിയോ നിർത്തണോ? ഞാൻ യൂട്യൂബിൽ നിന്ന് പോകണോ? നിങ്ങൾ തന്നെ എല്ലാ ലൈവിലും പോയിട്ട് എല്ലാവരെയും ഇങ്ങനെ കുത്തിത്തുരുപ്പും കൊതിയുന്നണേയും പറഞ്ഞിട്ട് ഇപ്പം പറയുന്ന അലവലാദികൾ. നേരത്തെ എൻ്റെ പേര് മാറ്റി മങ്കി എന്നൊക്കെ ആയിരുന്നു. നിനക്കൊക്കെ എന്ത് പേരും ആരെയും വേണമെങ്കിലും വിളിക്കാം. പ്രമുഖയുടെ എനിക്കൊരു ചോദ്യമുണ്ട്. നിൻ്റെ ഉണ്ടച്ചിന്നും നിഷ്കുജയെന്നും പിന്നെ എന്തെല്ലാം പേരുകളിട്ട് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്ത വിഷയമാണല്ലോ എൻ്റെ കാര്യത്തിൽ നിനക്ക്. എന്തുകൊണ്ട്? ഉണ്ണി എൻ്റെ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് അല്ലേ ഇത്രയും വൈരാഗ്യം എന്നോട് തോന്നാൻ കാരണം? പിന്നെ നിങ്ങൾ അന്തങ്ങളോട് എനിക്ക് ചോദിക്കാം, നിങ്ങളോട് ഞാൻ എന്ത് ചെയ്തു എന്നെ ഇത്ര ദ്രോഹിക്കാൻ? എൻ്റെ ചാനൽ വളരാൻ പാടില്ല, ആ ലൈവ് കാണാൻ പാടില്ല, എന്നിട്ട് വന്നിട്ട് ഒരു സൈഡിൽ കൂടെ ഫേക്ക് അടി ഉണ്ടാക്കിയിട്ട് വന്നിട്ട് വൃത്തികേടുകൾ എൻ്റെ വീഡിയോയുടെ താഴെ എഴുതുക. ആരോ പറഞ്ഞു ഡബിൾ ഡാഡ് സിൻഡ്രോം. അത് നിങ്ങൾക്കൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല, പറഞ്ഞു പോകുന്നത്. നിങ്ങൾ പറയിപ്പിക്കുന്നേ തന്നെ. ഈ 2 വള്ളത്തിൽ കാലി ചവിട്ടുന്നവരൊക്കെ നിങ്ങൾ തന്നെയാണ്. ഇപ്പം എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളൊക്കെ ഈ എഴുതി പിടിപ്പിക്കുന്നത് നിങ്ങളുടെയൊക്കെ സ്വന്തം കാര്യമാണെന്ന്, അത് എഴുതി നിങ്ങൾ തൃപ്തി നേടുകയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായോ? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, മനസ്സിലായോ? ഇനി എന്നെ കാണുന്നവരോട് പറയുന്നു, ഇപ്പം മനസ്സിലായല്ലോ ഈ അന്തങ്ങളുടെയൊക്കെ പിന്നിലെ ചേതോവികാരം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കിന്ന് നാക്കിന് പ്രശ്നമുണ്ട്, BP യുടെ പ്രശ്നമുള്ളത് കൊണ്ടാണ്. ക്ഷമിക്കണം, ചില വാക്കുകൾ കഴിഞ്ഞ ദിവസം ഞാൻ നാമം ജപിച്ചതിൽ എനിക്ക് അങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. ചില വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടത്. അപ്പം സ്വന്തം കാര്യം എഴുതി തൃപ്തി നേടുന്ന അന്തങ്ങളെ എന്നെ അങ്ങ് വെറുതെ വിട്ടേര്. എൻ്റെ ചാനൽ വളരുകയോ വളരാതിരിക്കുകയോ എന്തേലും ആയിക്കോട്ടെ, നിൻ്റെയൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല ഞാൻ കഴിയുന്നത്. അതുകൊണ്ട് ഓരോ ലൈവിലും ചെന്ന് നിങ്ങൾക്കത് കൂലി കിട്ടുന്നുണ്ടോ കൂലി മേടിച്ചോണം കേട്ടോ. ഓരോ ലൈവിലും ചെന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യരുത്. എൻ്റെ 10 പേര് കണ്ടാൽ മതിയോടോ, എനിക്ക് അത്രയും മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. പിന്നെ ഇതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുമ്പോഴല്ലേ, എന്തായാലും എനിക്ക് ഈ പറഞ്ഞതൊന്നും വരുമാനം എനിക്ക് വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.